ഇരിഞ്ഞാലക്കുട രൂപതയിലെ സഹൃദയ ലൂമൻ അക്കാദമി ഒരുക്കുന്ന ക്ലാസുകളിലേക്ക് ഏവർക്കും സ്വാഗതം. എൻ്റെ പേര് ആതിര. അടുത്തതായി നമ്മൾ കെമിസ്ട്രിയിലെ പീരിയോഡിക് ടേബിളും സബ്ഷെൽ ഇലക്ട്രോൺ വിന്യാസം എന്ന ടോപ്പിക്കാണ് പഠിക്കാൻ പോകുന്നത്. നമ്മൾ നേരത്തെ പൊട്ടാസ്യത്തിന്റെ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ എഴുതിയപ്പോൾ പൊട്ടാസ്യത്തിന്റെ ആറ്റോമിക് നമ്പർ 19 ആയിരുന്നു. നമ്മൾ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ 289 എന്നതിന് പകരം 2881 എന്നാണ് പറഞ്ഞത്. മൂന്നാമത്തെ ഷെല്ലിൽ 18 ഇലക്ട്രോൺസ് കൊള്ളുമെങ്കിലും നമുക്ക് 9 എന്ന് എഴുതാൻ പറ്റിയില്ല. അത് എന്തുകൊണ്ടാണെന്ന് വിശദീകരിക്കാൻ ബോർ മാതൃകയ്ക്ക് സാധിച്ചില്ല. തുടർന്നുള്ള പഠനങ്ങളിലാണ് സബ്ഷെൽ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ എന്നൊരു കൺസെപ്റ്റ് വന്നത്. സബ്ഷെൽ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ എന്നത് ഒരു ആറ്റത്തിലെ ഇലക്ട്രോണുകളുടെ വിതരണം SPDF എന്നീ സബ് ഷെല്ലുകളിലാണ് നടക്കുന്നത് എന്നാണ് പറയുന്നത്. അതായത് ഷെല്ലുകളിലെ തന്നെ ഉപ ഊർജ നിലകളാണ് സബ്ഷെൽ ഇലക്ട്രോണുകൾ. പ്രധാനമായിട്ടുള്ള സബ് ഷെല്ലുകളാണ് SPDF. ന്യൂക്ലിയസിൽ നിന്നുള്ള അകലം കൂടുന്നതനുസരിച്ച് ഷെല്ലുകളുടെ ഇലക്ട്രോണുകളുടെ ഊർജവും കൂടി വരുന്നു. എന്നാൽ ന്യൂക്ലിയസിൽ നിന്നുള്ള അകലം കൂടുന്നതിനനുസരിച്ച് ന്യൂക്ലിയസും ഇലക്ട്രോണുകളും തമ്മിലുള്ള ആകർഷണ ബലം കുറയാണ് ചെയ്യുന്നത്. നമ്മുടെ സബ്ഷെൽ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ അനുസരിച്ച് ആകെ പരമാവധി 2 ഇലക്ട്രോൺസ് ആണ് ഉൾക്കൊള്ളുള്ളൂ. പിയിലാണെങ്കിൽ പരമാവധി 6 ഇലക്ട്രോൺസും ഡിയിലാണെങ്കിൽ 10 ഇലക്ട്രോൺസും എഫിലാണെങ്കിൽ 14 ഇലക്ട്രോൺസുമാണ് ഫിൽ ചെയ്യുക. ഓഫ് ബോ പ്രിൻസിപ്പിൾ അനുസരിച്ചാണ് നമ്മൾ സബ്ഷെൽ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ എഴുതുന്നത്. അദ്ദേഹത്തിന്റെ തിയറി അനുസരിച്ച് ഊർജം കുറഞ്ഞ ഷെല്ലുകളിലെ ഇലക്ട്രോണുകൾ ഫില്ല് ചെയ്തതിന് ശേഷം മാത്രമേ ഊർജം കൂടിയ സബ് ഷെല്ലുകളിൽ ഇലക്ട്രോൺസ് നിറയുകയുള്ളൂ. അദ്ദേഹത്തിന്റെ തിയറി അനുസരിച്ച് ഊർജം കൂടി വരുന്ന ക്രമമാണ് 1s 2s 2p 3s 3p 4s 3d. നമ്മൾ നേരത്തെ ഡിസ്കസ് ചെയ്തതുപോലെ ആദ്യത്തെ ഷെല്ലായ കെ ഷെല്ലില് ഒരു ഷെല്ലാണുള്ളത്. അപ്പോ എസ് മാത്രം എഴുതിയാൽ മതി, 1s. രണ്ടാമത്തെ എൽ ഷെല്ലില് രണ്ടാമത്തെ ഷെല്ലാണ്, അപ്പോ 2 സബ് ഷെല്ലുണ്ട്, 2s 2p. അടുത്തത് എം ഷെല്ലില് 3 ഷെല്ലുകൾ, മൂന്നാമത്തെ ഷെല്ലാണ്, അപ്പൊ 3 സബ് ഷെല്ലുണ്ട്, 3s 3p 3d. ഇനി നമുക്ക് സബ്ഷെൽ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ എങ്ങനെയാണ് എഴുതുന്നത് നോക്കാം. ഹൈഡ്രജന്റെ ആറ്റോമിക് നമ്പർ 1 ആണ്. അപ്പൊ അതിന്റെ സബ്ഷെൽ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ 1s1 ആയിരിക്കും. അതായത് ആകെ ഒരു ഇലക്ട്രോണ് ഒന്നാമത്തെ എസ് സബ്ഷെല്ലിൽ ഉൾക്കൊള്ളുന്നു. രണ്ടാമത്തെ അടുത്തൊരു എക്സാമ്പിൾ, ഹീലിയത്തിന്റെ ആറ്റോമിക് നമ്പർ 2 ആണ്. നമ്മൾ സബ്ഷെൽ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ 1s2 എന്നാണ് പറയുന്നത്. 2 ഇലക്ട്രോൺസ് 1s ഉൾക്കൊള്ളുന്നു. കാർബണിന്റെ ആറ്റോമിക് നമ്പർ 6 ആണ്. അപ്പൊ ആദ്യത്തെ 1s 2 ഇലക്ട്രോൺസ് ഒക്കുപ്പൈ ചെയ്യുന്നു. അടുത്തത് 2s എസിൽ ആകെ 2 ഇലക്ട്രോൺസേ പറ്റുള്ളൂ, അപ്പൊ 2s 2s2. അടുത്തത് പിയില് 6 ഇലക്ട്രോൺസ് ഉൾക്കൊള്ളുമെങ്കിലും ഇവിടെ കാർബണിന്റെ കയ്യിൽ ഇനി ആകെ ബാക്കി 2 ഇലക്ട്രോൺസേ ഉള്ളൂ, അപ്പൊ 2p2. അപ്പൊ സബ്ഷെൽ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ കാർബണിന്റെ 1s2 2s2 2p2 എന്നായിരിക്കും. അടുത്തൊരു എക്സാമ്പിൾ കൂടി നമുക്ക് നോക്കാം. ഓക്സിജന്റെ ആറ്റോമിക് നമ്പർ 8 ആണ്. അപ്പൊ ആദ്യത്തെ 1s 2 ഇലക്ട്രോൺസ് കൊള്ളും, പിന്നത്തെ 2s 2 ഇലക്ട്രോൺസ്, പിന്നെ ഉള്ള ബാക്കി 4 ഇലക്ട്രോൺസ് 2pയിലായിരിക്കും പോകുക, അപ്പോ 2p4. അപ്പൊ സബ്ഷെൽ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ 1s2 2s2 2p4 എന്നായിരിക്കും. ഇനി അടുത്തതായി നമുക്ക് ബ്ലോക്കുകളെ കുറിച്ച് പഠിക്കാം. പ്രധാനമായും എസ് പി ഡി എഫ് എന്നിങ്ങനെ 4 ബ്ലോക്കുകളാണ് ഉള്ളത്. എസ് ബ്ലോക്ക് എന്ന് പറയുമ്പോൾ നമ്മുടെ സബ്ഷെൽ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ എഴുതുമ്പോൾ അവസാനത്തെ ഇലക്ട്രോൺസ് എസിലാണ് വരുന്നതെങ്കിൽ അതിനെ എസ് ബ്ലോക്ക് എലമെന്റ്സ് എന്ന് പറയും. പ്രധാനമായി 1-2 ഗ്രൂപ്പുകാരെയാണ് നമ്മൾ എസ് ബ്ലോക്ക് എന്ന് വിളിക്കുക. അടുത്ത ബ്ലോക്കാണ് പി ബ്ലോക്ക്. അവസാനത്തെ ഇലക്ട്രോൺസ് പി സബ്ഷെല്ലിലാണ് വരുന്നതെങ്കിൽ അവയെ പി ബ്ലോക്ക് എലമെന്റ്സ് എന്ന് പറയും. പീരിയോഡിക് ടേബിളിൽ 13 മുതൽ 18 വരെയുള്ള ഗ്രൂപ്പുകാരാണ് പി ബ്ലോക്ക് മൂലകങ്ങൾ. അടുത്ത ബ്ലോക്കാണ് ഡി ബ്ലോക്ക്.
അവസാനത്തെ ഇലക്ട്രോൺസ് ഡി സബ്ഷെല്ലിലാണ് വരുന്നതെങ്കിൽ അതിനെ ഡി ബ്ലോക്ക് എലമെന്റ്സ് എന്ന് പറയുന്നു. 3 മുതൽ 12 വരെയുള്ള ഗ്രൂപ്പുകാരെയാണ് നമ്മൾ ഡി ബ്ലോക്ക് എലമെന്റ്സ് അല്ലെങ്കിൽ ട്രാൻസിഷൻ എലമെന്റ്സ് എന്നൊക്കെ പറയുന്നത്. അടുത്തതാണ് എഫ് ബ്ലോക്ക് എലമെന്റ്സ്. 6th പീരീഡിലും 7th പീരീഡിലുമുള്ള ലാന്തനോയിഡ്സും ആക്ടിനോയിഡ്സിനെയാണ് നമ്മൾ എഫ് ബ്ലോക്ക് എലമെന്റ്സ് എന്ന് പറയുക.